ഒരുപാട് മഹത് വ്യക്തികള് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെയും സക്സസ് ആയി വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാർ ഏത് ബെഞ്ചിലിരുന്നാണ് പഠിച്ചെന്ന് അറിയാൻ ഒരു കൗതുകത്തോടെ ചോദിക്കുക. തൂക്കിയല്ലോ നാദാ. ബെഞ്ചിലിരുന്നാണ് പഠിച്ചെന്ന് അറിയാൻ ഒരു കൗതുകത്തോടെ ചോദിക്കുക. എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ബാക്ക് ബെഞ്ചിലും ഫ്രണ്ട് ബെഞ്ചിലും എല്ലാ ബെഞ്ചിലും ഇരുന്നിട്ടുണ്ട്. നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. സാർ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയാവാൻ താല്പര്യപ്പെട്ടത്? തൂക്കിയല്ലോ നാദാ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. സാർ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയാവാൻ താല്പര്യപ്പെട്ടത്? നിങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം കാണാനും നിങ്ങളെ പോലുള്ള മക്കളെ കളിക്കാനും ചിരിക്കാനും. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. നിങ്ങൾ അപ്പൂപ്പാന്ന് വിളിക്കുമ്പോൾ ഉള്ള രസമൊക്കെ അതൊക്കെ ഒരു രസമല്ലേ? അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയായത്. കണ്ടില്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞ ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പം പറഞ്ഞ അവൻ ഒഴിഞ്ഞു മാറും. മഴക്കാലത്ത് കുട്ടികൾക്കെല്ലാം മഴ നനഞ്ഞ് അസുഖം വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? മഴക്കാലത്ത് വേണോ വേനൽക്കാലത്ത് വേണോ? വേനൽക്കാലത്ത് എന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. സാറ് പഠിക്കുന്ന സമയത്ത് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ഏതായിരുന്നു? സാറ് പഠിക്കുന്ന സമയത്ത് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം ഏതായിരുന്നു? ഞാൻ ഹിന്ദി ആയിരുന്നു എനിക്കിഷ്ടം. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? ഇലകൾ കൊണ്ടുള്ള ചമ്മന്തി തോരനൊക്കെ ഇല്ലേ, അതെല്ലാം ഔഷധ ഇലകളാണ്. അറിയാമോ? അറിയില്ല. ആഴ്ചയിലേക്ക് കുട്ടികൾക്ക് ബിരിയാണി. ഇതൊക്കെ പറയുമ്പോൾ ചില അധ്യാപകര് മന്ത്രിയോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇത് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലപ്പോൾ. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. സാർ കുഞ്ഞായിരുന്നപ്പോ സാറിന് എന്താവണമെന്നായിരുന്നു അംബീഷൻ? ഇപ്പൊ മന്ത്രി ആവണമെന്നായിരുന്നോ അതോ വേറെ പാഷനിലായിരുന്നോ സാറിന് താല്പര്യം? സാർ കുഞ്ഞായിരുന്നപ്പോ സാറിന് എന്താവണമെന്നായിരുന്നു അംബീഷൻ? ഇപ്പൊ മന്ത്രി ആവണമെന്നായിരുന്നോ അതോ വേറെ പാഷനിലായിരുന്നോ സാറിന് താല്പര്യം? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ഇവിടെ ഇരിക്കുന്നതില് മന്ത്രിയാവണോ താല്പര്യമുള്ള എത്ര വരുന്നു കൈവക്കി? ആരുമില്ലേ? ആർക്കും മന്ത്രിയാവണ്ടേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.